ആദ്യം ശ്രീ ഉമേഷ് ബാബു, ഒരു കാലത്ത് തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിൽ സ്ഥാനാർത്ഥിയുടെ പടം പോലും വെക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിച്ചിരുന്ന ഒരു പാർട്ടി കാലത്തിനനുസരിച്ച് മാറുന്നു. ഏതായാലും മുന്നിൽ നിൽക്കുന്നവരെ ഉയർത്തിക്കാണിക്കാതെ ജനമനസ്സുകളിലേക്ക് ഇറങ്ങാൻ കഴിയുകയില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് CPM എന്നൊരു പാർട്ടി എത്തിയിരിക്കുന്നു. വ്യക്തിപൂജ നിലപാടുകളിലെ മാറ്റം, അതല്ലെങ്കിൽ കീഴടങ്ങൽ, എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അല്ല, ഒരു ദിവസം മുമ്പ് അമേരിക്കയിലെ സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ശ്രീ ജോ ബൈഡൻ നടത്തിയിട്ടുള്ളൊരു വിടവാങ്ങൽ പ്രസംഗമുണ്ട്. അതാണ് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത്. ജോ ബൈഡൻ അമേരിക്കയിൽ വളരെ വൃദ്ധനായിട്ടുള്ള പ്രസിഡന്റാണ്. അദ്ദേഹം സാധാരണ എല്ലാ പ്രസിഡന്റുമാരും അവിടെ നിന്ന് സ്ഥാനം ഒഴിയുമ്പോൾ നടത്തുന്ന വിടവാങ്ങൽ പ്രസംഗമുണ്ട്. അത് സാധാരണ ചിലരുടെ പ്രസംഗം വളരെ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. ഇന്നലെ അതീവ ശ്രദ്ധ നേടിയ ഒരു പ്രസംഗമാണ് ജോ ബൈഡൻ നടത്തിയത്. ബൈഡൻ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ പറയുന്ന അധികാരത്തിനും ലാഭത്തിനും വേണ്ടി കള്ളത്തരങ്ങൾ സത്യത്തെ ശ്വാസം മുട്ടിക്കുന്നു എന്നാണ്. അദ്ദേഹം കുറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു ഒലിഗാർക്കി, ഒരു പ്രഭുവർഗം ഈ പറയുന്ന തങ്ങളുടെ നാട്ടിൽ അധികാരത്തിൽ പിടിമുറുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന അധികാരത്തിനും ലാഭത്തിനും വേണ്ടിയിട്ട് ഉള്ള കള്ളത്തരങ്ങൾ സത്യത്തെ ശ്വാസം മുട്ടിക്കുന്നു. അതുകൊണ്ട് ജനാധിപത്യവാദികൾ ജാഗ്രതയായിരിക്കണമെന്നാണ്. അപ്പൊ ഇങ്ങനെ വിശാലമായ ഒരു ഭൂമികയിൽ വെച്ചിട്ടാണ് ഞാൻ കേരളത്തിലെ ഈ സംഭവ വികാസങ്ങളെയും കാണുന്നത്. ഇത് CPMന്റെ ഒരു പ്രശ്നമല്ല, ഇത് കേരളത്തിന്റെ പ്രശ്നമായിട്ടാണ് ഞാൻ കാണുക. കാരണം എനിക്ക് CPMന്റെ കാര്യത്തിൽ അവരെന്ത് ചെയ്താലും അതെന്റെ വിഷയമല്ല, അത് വേറൊരു കാര്യമാണ്. ഇങ്ങനെ കാണാൻ നമ്മുടെ മാധ്യമങ്ങളൊക്കെ മലയാളികളെ പരിശീലിപ്പിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. കാരണം അമേരിക്കൻ ഐക്യനാടുകളിൽ പോലും കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതിനെ കുറിച്ചുള്ള ഒരു വലിയ ആശങ്ക ഒരുപക്ഷെ പിണറായി വിജയനേക്കാൾ പ്രായം ചെന്ന ജോ ബൈഡൻ പങ്കുവെക്കാൻ ഇടവരുന്നുണ്ട്. ഇത് അമേരിക്കയുടെ കാര്യത്തിലൊക്കെ വളരെ പുത്തനാണ്. ഒരു പ്രഭുവർഗം എങ്ങനെയാണ് അധികാരത്തിൽ പിടിമുറുക്കുന്നത്, ഈ പ്രഭുവർഗം ഈ പറയുന്ന അധികാരത്തിന് ലാഭത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് സത്യത്തെ കള്ളത്തരങ്ങൾ കൊണ്ട് ഞെരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഒരുപക്ഷെ വളരെ വൃദ്ധനായിട്ടുള്ള ജോ ബൈഡൻ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലെ ഉത്കണ്ഠാകുലനായത്. ഇതാണ് വാസ്തവത്തിൽ ഈ ദിവസങ്ങളിൽ ഞാൻ ഓർക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ പ്രഭുവർഗം ഈ പറയുന്ന 8 വർഷം കൊണ്ട് 8 അതിലധികമോ വർഷം കൊണ്ട് കേരളത്തിലെ അധികാരത്തിൽ പിടിമുറുക്കിയതിന്റെ ചില വളരെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ് ഇതൊക്കെ ആയിട്ട്. ഇങ്ങനെ പറയുന്ന വ്യക്തിപൂജയായിട്ടും വാഴ്ത്തുപാട്ടായിട്ടും ദാസ്യവൃത്തിയായിട്ടും, അധികാരത്തിന്റെ ദാസ്യവൃത്തിയായിരുന്നു. ഇത് വ്യക്തിപൂജ എന്നല്ല പറയേണ്ടത്. അധികാര കസേരയിലിരിക്കുന്ന ആളെ ഈ പറയുന്ന അങ്ങേയറ്റം ദാസന്മാരുടെ, അതാണ് തിരുവനന്തപുരത്ത് രാജാധിപത്യം ഉണ്ടായിരുന്നു. ഇന്നലെ ഞാനൊരു ചാനലിൽ പറഞ്ഞാണ്, തിരുവനന്തപുരത്ത് രാജാധിപത്യം ഉണ്ടായിരുന്നത്. അതെങ്ങനെയാണ് അവസാനിച്ചത് എന്ന കാര്യത്തിന്റെ കഥ ഓർക്കേണ്ടതാണ്. അങ്ങനെ അവസാനിപ്പിക്കുന്നതിൽ പുന്നപ്ര വയലാറിൽ രക്തം കൊടുത്തിട്ടുള്ള പഴയകാല കമ്മ്യൂണിസ്റ്റുകൾക്ക് പങ്കുണ്ടായിരുന്നു. അതാണ് അമേരിക്കൻ മോഡൽ. അറബിക്കടലിൽ അമേരിക്കൻ മോഡൽ ഉണ്ടായിട്ട് അവിടെ സ്വതന്ത്രമായി നിൽക്കുമെന്ന് പറഞ്ഞിരുന്ന ഒരു ദിവാന്റെ പ്രവർത്തിക്കെതിരായിട്ട് അവിടെ രക്തം ചിന്തിയ മനുഷ്യരെ 100 കണക്കിനാണ്. അപ്പൊ ഇതൊക്കെ ഒരു നാടിനെ ജനാധിപത്യവൽക്കരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതൊന്നും വിലപ്പോകാത്ത ദിവാനെ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് വെട്ടിയത്. KCS മണി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അങ്ങനെയാണ് ദിവാൻ നാട് വിട്ടു പോകുന്നത്. ഇതൊക്കെ തിരുവനന്തപുരത്ത് തന്നെ നടന്ന കാര്യമാണ്. അതാണ് ഞാൻ ഈ വളരെ യുവാക്കളും യുവതികളുമായിട്ടുള്ള മാധ്യമ പ്രവർത്തകരോട് എനിക്ക് ഓർമ്മിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. ഇതും തിരുവനന്തപുരത്ത് നടന്നതാണ്. അങ്ങനെയാണ് കേരളത്തിൽ ജനാധിപത്യത്തിന്റെ ഒരു തുറസ്സുണ്ടാകുന്നത്. അതൊക്കെ പോയിട്ടിപ്പോ ഒരു പുതിയ പ്രഭുവർഗത്തിന്റെ ഒരു ഒലിഗാർക്കി വരികയാണ്, ഒരു പ്രഭുവർഗ വാഴ്ച വരികയാണ്. അതിന്റെ ലക്ഷണങ്ങളാണ് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പിണറായി വിജയനെ ട്രോൾ ചെയ്തതാണെന്ന് കരുതുന്നുണ്ടോ? ചിലപ്പോ അതാണ് അതാണ് ഒരു പ്രഭുവർഗം. ഞാൻ ഈ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകയായിട്ടുള്ള നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇവരെല്ലാം ഒരു പ്രഭുവർഗത്തിന്റെ ഭാഗമാണെന്ന് സ്വയം ധരിച്ചു വശായിരിക്കുകയാണ്.
അതുകൊണ്ട് പുകഴ്ത്തൽ പിണറായി വിജയൻ അവകാശപ്പെട്ടതുപോലെ തനിക്കും അവകാശപ്പെട്ടതാണ് എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാളാണ് ഈ പി ജയരാജൻ. ഈ നിങ്ങൾ നേരത്തെ സംസാരിച്ചതുപോലെയല്ലേ, ഞാൻ ഈ കണ്ണൂർ താമസിക്കുന്ന ഒരാളാണ്. ഈ അവിടുത്തെ കലാസമിതിക്കാര് ആരും അറിയാതെ അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ ഇവരുടെയൊക്കെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ചെഞ്ചോര താരകം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ ഉണ്ടാകുന്നത്. ഇതൊക്കെ ബുദ്ധിമുട്ട് ചെലവൊക്കെ ഉള്ള പരിപാടിയാണ്. പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ വരുന്നത്. വി എസ് അച്യുതാനന്ദൻ, ഈ പറയുന്ന വി എസ് അച്യുതാനന്ദനെ ഓർമ്മയുണ്ടോ? 2000-ന്റെ തുടക്കത്തില് അദ്ദേഹത്തെ ഈ പിണറായി വിജയനും സംഘവും നേരിട്ടിരുന്നത് അദ്ദേഹത്തിന് ഈ പറയുന്ന അദ്ദേഹം എന്തോ വ്യക്തിപൂജയുടെ ആളായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എത്ര കുറി നേരിട്ടിട്ടുണ്ട്. 2006 നിയമസഭാ കാലത്തൊക്കെ കേരളത്തിലെ വി എസിന് സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ട ദിവസം ഇല്ലാതായ്മ ചെയ്യാൻ നടന്ന ശ്രമങ്ങളുടെ ദിവസങ്ങളിലൊക്കെ കേരളത്തിന്റെ അന്തരീക്ഷത്തെ ഇത് ഉയർത്തിക്കൊണ്ടുവന്നത് ഇതേ CPM നേതാക്കന്മാരാണ്. ഇത് വ്യക്തിപൂജയാണെന്നും മറ്റും പറഞ്ഞിട്ട്, അതിന് CPM-ന് സ്ഥാനമില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇപ്പോഴെങ്ങനെയാണ് ഈ പി ജയരാജൻ തൊട്ട് പിണറായി വിജയൻ വരെയുള്ള ആളുകൾക്ക് തങ്ങളെ ഇങ്ങനെ വാഴ്ത്തിപ്പാടുകയാണ് കേരളത്തിലെയും മലയാളികളുടെയും പ്രധാനപ്പെട്ട ചുമതല എന്ന് വിശ്വസിക്കാൻ ഇടവരുന്നത്? ഞാൻ തിരികെത്താം ശ്രീ ഉമേഷ് ബാബു. ശ്രീ